ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇത്തവണത്തെ IPL ഒരു ആഴ്ചത്തേക്ക് റദ്ദാക്കിയിരുന്നു. IPLന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താൻ BCCI വ്യത്യസ്തമായ ഒരു പദ്ധതി തയ്യാറാക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ ആഴ്ച കാര്യങ്ങൾ നന്നായി പോയാൽ IPLന്റെ 18ാം സീസൺ വീണ്ടും പുനരാരംഭിക്കും. പക്ഷേ ഇത്തവണ വേദികളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. IPLന്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ രാജ്യത്തിന്റെ കിഴക്കൻ തെക്കൻ സ്റ്റേഡിയങ്ങളിൽ നടത്താനാണ് BCCI ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഒരാഴ്ചക്ക് ശേഷം IPL പുനരാരംഭിക്കുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. IPL ആരംഭിച്ചാൽ തന്നെ BCCIക്ക് പരിമിതമായ വേദികളിൽ മാത്രമേ ഇനി സംഘടിപ്പിക്കാൻ സാധിക്കൂ. സമയവും സുരക്ഷയും ഒക്കെ കണക്കിലെടുത്തു വേണം ഇനി ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് നഗരങ്ങളിൽ മാത്രമായിട്ടായിരിക്കും ഇനി IPL ചുരുങ്ങുക. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് BCCI ഒരു അടിയന്തരമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ദേശീയ സുരക്ഷ പോലുള്ള കാര്യങ്ങളിൽ ഒരാഴ്ച എന്നത് വളരെ നീണ്ട സമയമാണ്. ലീഗ് പുനരാരംഭിച്ചാൽ കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താനാണ് ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡ് ആലോചിക്കുന്നത്. അതിർത്തിയിലെ സ്ഥിതി സാധാരണ നിലയിലായാൽ പഴയ പോലെ തന്നെ നടക്കാനും സാധ്യതയുണ്ട്. ഇത്തവണത്തെ IPLൽ ഇനിയും 12 ലീഗ് മത്സരങ്ങളും 4 പ്ലേ ഓഫ് മത്സരങ്ങളും ബാക്കിയുണ്ട്. അവ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നടത്താനാണ് ആലോചിക്കുന്നത്. ധർമ്മശാലയിൽ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം നടക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് കാരണം അത് റദ്ദാക്കേണ്ടി വന്നത്. ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ എപ്പോൾ തുടങ്ങുമെന്ന് ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ആരാധകരൊക്കെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് IPL പുനരാരംഭിക്കുന്നതും കാത്ത്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.